ഹലോ, വെൽക്കം ബാക്ക് ടു DIY എവറിത്തിങ് ഹോം മെയ്ഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹാൻഡ് ഫാനാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് ഇതിന് വേണ്ട ഐറ്റംസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വേണ്ട ഐറ്റം എന്ന് പറയുന്നത് ഒരു ഷീറ്റാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു ഗോൾഡൻ കളർ ഈ ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ തിക്നെസ് എന്നൊക്കെ പറയുന്നത് ഒരു ഇൻവിറ്റേഷൻ കാർഡിൻ്റെ ഒക്കെ ഒരു തിക്നെസ്സാണുള്ളത്. ഇതിന് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ 2 ചാർട്ട് പേപ്പർ രണ്ടും ഒന്ന് ചേർത്ത് ഒട്ടിച്ച് വെച്ചാൽ വരുന്ന തിക്നെസ്സാണ് വേണ്ടത്. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ഓപ്ഷണൽ ഐറ്റമാണ്. ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ ജസ്റ്റ് ഡെക്കറേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് പേപ്പറാണ്, ആക്ച്വലി റാപ്പിംഗ് ഷീറ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പേപ്പറാണ്. ഇത് ഓപ്ഷണലാണ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ സിസേഴ്സാണ്. പിന്നെ നമുക്ക് ഫെവിക്കോൾ വേണം. അതേപോലെ തന്നെ ഒരു സെല്ലോ ടേപ്പ് വേണം. അതുകൂടാതെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് കമ്പിയാണ്. ചെറിയ പീസാണ് ആവശ്യമുള്ളൂ. ഞാനിവിടെ ഒരു ഫുള്ള് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഇതിന് മാച്ച് ആവുന്ന ഒരു കട്ടി കുറഞ്ഞ ത്രെഡ്. ഇത്ര ഐറ്റംസാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഷീറ്റിനെ ഒരു 10-15 പീസായിട്ട് കട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ കട്ട് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെയാണ് ഇരിക്കേണ്ടത്. ടോപ്പ് പോർഷൻ കുറച്ച് വീതിയിലും താഴത്തെ പോർഷൻ കുറച്ച് വീതി കുറഞ്ഞിട്ടും, ഭയങ്കര വ്യത്യാസം വേണ്ട, ഇതിൽ കാണുന്ന പോലെ. അപ്പോൾ നമുക്കൊരു 10-15 കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ടോപ്പ് പോർഷൻ ചെറുതാണ്, ടോപ്പ് പോർഷൻ വലുതാണ്, താഴത്തെ പോർഷൻ ചെറുതാണ്. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ ബാക്കി പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ ഡെക്കറേറ്റീവ് ഷീറ്റ് ഞാൻ ഇതിൻ്റെ മുകളിൽ കുഞ്ഞു പീസസ് ഒട്ടിക്കാൻ പോവാണ്. നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനൊട്ടിക്കാൻ വേണ്ടിയിട്ട് മാച്ചായിട്ട് പീസസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈക്വലായിട്ട്. അത് നമുക്ക് ഇതിനെ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് എങ്ങനെ വേണമെങ്കിലും ഒട്ടിക്കാം. ഞാനിപ്പോൾ ഈ പീസ് ഒട്ടിക്കാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ ഒരു രീതിയിലാണ്. അത് നമുക്ക് ഓരോന്നായിട്ട് അതിനകത്ത് ഒട്ടിക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതിൽ ഒട്ടിക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പരിപാടി തുടങ്ങാം. അപ്പോൾ എന്താണ് നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഐറ്റം, അതായത് ആ താഴത്ത് വീതി കുറവുള്ള അറ്റത്ത് ഒന്നൊരു ഷാർപ്പ് എഡ്ജസ് നമുക്കൊന്ന് കേവാക്കി കൊടുക്കണം. അപ്പോൾ എല്ലാ എഡ്ജസും ഞാൻ അതുപോലെ കേവാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടി ടോപ്പിലും ബോട്ടത്തും ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അതായത് ഒരു സൈഡിൽ കമ്പിയാണ് കയറേണ്ടത്, മറ്റേ സൈഡിൽ നമ്മൾ നേരത്തെ കാണിച്ച നൂലും. അപ്പം ഭയങ്കര വീതി കുറഞ്ഞ ഒരു ഹോളാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ ഹോള് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താഴെയും ഹോൾ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ടോപ്പിലും ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഒരു ത്രെഡ് കയറ്റാനുള്ള വലിപ്പമുള്ള ഹോളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പരിപാടി ചെയ്യാം. അപ്പോൾ ഞാൻ കമ്പി എടുത്തിട്ടുണ്ട്. ഇത് താഴത്തെ അറ്റത്തോടെ കമ്പിയാണ് കയറണത്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അതിനുവേണ്ടി ഒരു ചെറിയ പീസ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഓരോന്നിലൂടെയും കോർത്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഞാനിവിടെ ഒരു ഹുക്ക് പോലെ ആക്കി ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട്, ഊരി പോകാതിരിക്കാൻ. മറ്റേ സൈഡ് നമുക്ക് ആവശ്യമുള്ള ഭാഗം വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്തിട്ടില്ല. ഇതുപോലെ ഒരു താഴത്തെ ബാക്ക് വശത്ത് ചെയ്ത പോലെ തന്നെ ഒരു ഹുക്ക് പോലെ ആക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഊരി പോരില്ല. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് താത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഊരി പോരില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ ഫാൻ്റെ പകുതിയോളം പരിപാടികൾ തീർന്നു. ഇനി നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. ഇത് ടോപ്പ് ഹോളിൽ നമ്മൾ നൂല് ചേർക്കാനാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സൂചി എടുത്തിട്ടുണ്ട്, നൂലെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് കോർത്ത് കൊടുക്കാം. അപ്പോൾ കോർത്തിട്ടുണ്ട്. വലിയ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. നോർമലായിട്ട് നമ്മൾ ഓരോ ലീഫിനെയും ഇതിൻ്റെ ഇടയിലോടെ ഇങ്ങനെ കോർത്തെടുക്കുകയാണ് ചെയ്തത്. എൻ്റെ എക്സസ് ആയിട്ടുള്ള നൂല് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമുക്കിതിൻ്റെ എല്ലാം ബാക്ക് വശത്ത് സെല്ലോ ടേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കറക്റ്റായിട്ടൊന്ന് അലൈൻ ചെയ്തിട്ട് ആദ്യത്തെ അറ്റം ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലീഫിൻ്റെ അത് ഞാൻ സെല്ലോ ടേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിനൊന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനത്തെ ലീഫിലും നമുക്ക് സെല്ലോ ടേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്തതിന് ശേഷം സെല്ലോ ടേപ്പ് ചെയ്ത് കൊടുത്തിട്ട് എക്സസ് ആയിട്ടുള്ള ത്രെഡ് കട്ട് ചെയ്ത് കളയാണ്. ഇനി നമുക്ക് ഓരോന്നിൻ്റെ അവിടെയും ഒന്ന് ജസ്റ്റ് സെല്ലോ ടേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ പരിപാടി ചെയ്യാം.
ഇതുപോലെ എല്ലാത്തിനും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഹാൻഡ് ഫാൻ ഇവിടെ റെഡിയാണ്. ഏറ്റവും അവസാനമായിട്ട് ഞാൻ ചെയ്തൊരു ടസൽ ഉണ്ടാക്കി ഇടുക എന്നുള്ളതാണ്. ടസൽ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. കാണാത്തവർക്ക് വേണ്ടി ഐ ബട്ടണിൽ അതുവരും പോയി കാണാം. അപ്പോൾ ചൂടൊക്കെ എടുക്കുമ്പോൾ ബുക്കൊക്കെ എടുത്ത് വീശുന്നതിന് പകരം ഒരു അടിപൊളി ഹാൻഡ് ഫാനാണിത്. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അടുത്ത ആഴ്ച ഒരു പുതിയ വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.